ശത്രുക്കളെ വിറപ്പിച്ച് ഭാരതത്തിന്റെ അഭിമാനമായ യുദ്ധവിമാനം MiG-21 പുതുതലമുറയ്ക്ക് വഴിമാറുകയാണ്. 62 വർഷത്തെ സേവനമാണ് യുദ്ധവിമാനമായ MiG-21 എന്ന് അവസാനിപ്പിക്കുന്നത്. ചണ്ഡീഗഡിൽ വീരോചിതമായ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒപ്പം എസ് നന്ദഗോപനും ചേരുന്നു. നന്ദൻ, ഭാരതത്തിന്റെ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റ്, ഒപ്പം ഭാരതം പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് തുടക്കം കുറിച്ചു. അതോടൊപ്പം തന്നെ പല നിർണായക ഘട്ടങ്ങളിലും ഭാരതത്തിന്റെ അഭിമാന താരമായി, നിർണായക വിജയപ്രതീക്ഷയായി MiG-21 ഇങ്ങനെ മുന്നേറുകയായിരുന്നു. കാലോചിതമായ ഒരു അനിവാര്യതയാണ് വിരമിക്കൽ എന്ന് പറയുന്നത്. കാരണം പുതുതലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി വഴിമാറേണ്ട സമയമായിരിക്കുന്നു. അതനുസരിച്ചുള്ള സാങ്കേതിക വിദ്യ തികവുകളോടുകൂടി പുതുതലമുറയ്ക്ക് കൈമാറുമ്പോൾ MiG-21 നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം? തീർച്ചയായിട്ടും പുതുതലമുറയ്ക്ക് വഴിമാറാൻ വേണ്ടിയാണ് MiG-21 വിമാനങ്ങൾ ഇന്നിപ്പോൾ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച കേണൽ ഡെന്നി അടക്കമുള്ള പ്രതിരോധ രംഗത്തെ വിദഗ്ധരും അതേപോലെ തന്നെ വ്യോമസേനയിലും മറ്റും ജോലി ചെയ്തിട്ടുള്ളവർ വ്യക്തമാക്കുന്നത് MiG-21ന്റെ മികവ് അല്ലെങ്കിൽ അതിന്റെ ഗുണമെന്ത് എന്നുള്ളതാണ്. പ്രധാനമായും ശത്രുവിന്റെ താവളങ്ങളിലേക്ക് കൃത്യതയോടുകൂടി ആയുധം ലക്ഷ്യം വെക്കുവാൻ വേണ്ടി, ആയുധം തൊടുക്കുവാൻ വേണ്ടി MiG-21 ഉണ്ടായിരുന്ന കഴിവാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ കഴിവ് നമ്മൾ പലകുറി തെളിയിച്ചതാണ്. 65-ലും 71-ലും നേരത്തെ കേണൽ ഡെന്നി സൂചിപ്പിച്ച പോലെ തന്നെ 1971-ൽ ഡാക്ക, അന്ന് പാകിസ്ഥാന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ തലസ്ഥാനവും അന്ന് പാകിസ്ഥാന്റെ ഭാഗവുമായിരുന്ന ഡാക്കയിൽ കൃത്യമായി MiG-21 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതത്തിന് ശത്രുവിന് നേരെ ആയുധം തൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഏറെ സവിശേഷതയാണ്. പിന്നീട് 99-ലെ കാർഗിൽ യുദ്ധത്തിലും MiG-21 വിമാനങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി 2019-ൽ ഭാരതം ബലാക്കോട്ടിലേക്ക് കടന്നുകയറി നടത്തിയ ആക്രമണത്തിലും വളരെ നിർണായകമായ പങ്കുവഹിച്ചത് MiG-21 വിമാനങ്ങളാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും സോവിയറ്റ് യൂണിയൻ നിർമ്മിത MiG-21 വിമാനങ്ങളായിരുന്നു ഭാരതത്തിന്റെ വ്യോമസേന ഉപയോഗിച്ചിരുന്നത്. പിന്നീട് റഷ്യയായി മാറുകയും റഷ്യയിൽ നിന്ന് പൂർണ്ണമായും ഇതിന്റെ സാങ്കേതിക വിദ്യ ഭാരതം സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ ബംഗളൂരുവിലെ ഹാങ്കറിലായിരുന്നു ഈ MiG-21 വിമാനങ്ങളുടെ നിർമ്മാണം എന്നുള്ളതാണ്. പിന്നീട് MiG-21 വിമാനങ്ങളുടെ അപ്ഗ്രേഡേഷൻ പല ഘട്ടങ്ങളിലായി നടന്നു എന്നുള്ളതാണ്. MiG-21 FL, MiG-21M, MiG-21 BIS, ഒപ്പം തന്നെ MiG-21 ബൈസൺ എന്നീ മോഡലുകൾ, എന്നീ വേർഷനുകളാണ് മിഗിൻ്റെതായിട്ട് പുറത്തു വന്നത്. 2000-ങ്ങളിലാണ് ഈ MiG-21 ബൈസൺ എന്നുള്ള ഒരു മോഡൽ പുറത്തേക്ക് എത്തുന്നത്. അതിനുശേഷം ഭാരതം കാര്യമായ ഓപ്പറേഷനുകളിലൊന്നും ഈ MiG-21 വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഭാരതത്തിന്റെ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള വൈമാനികരെ പരിശീലിപ്പിക്കുവാൻ വേണ്ടി ധാരാളമായി ഈ MiG-21 വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ MiG-21 വിമാനങ്ങൾ ഇത്തരം പരിശീലന പറക്കലിനിടെ നിരവധി തവണ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പറക്കുന്ന ശവപ്പെട്ടി എന്നുള്ള ഒരു പേര് ഈ MiG-21 വിമാനങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ 2 മാസം മുമ്പും സമാനമായ ഒരു സംഭവം, MiG-21 വിമാനം തകർന്ന് ഒരു വൈമാനികൻ, പരിശീലനത്തിലുള്ള ഒരു വൈമാനികൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ MiG-21 വിമാനങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ MiG-21 വിമാനങ്ങൾ ഓപ്പറേഷനിലും അതേപോലെ തന്നെ ഒരേപോലെ തന്നെ പരിശീലനത്തിലും പരാജയമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ വിമാനങ്ങളെ സർവീസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി വ്യോമസേനയും ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയവും തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ചണ്ഡീഗഡിൽ വലിയ വിരമിക്കൽ ചടങ്ങിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ വ്യോമസേന തലവൻ, വ്യോമസേനയുടെ ഉപതലവന്മാർ, വ്യോമസേനയുടെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ സംയുക്ത സേനാ മേധാവി, അതേപോലെ തന്നെ മറ്റ് സേനാ മേധാവിമാർ അടക്കം വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന് മുന്നിലാണ് ഇന്നിപ്പോൾ MiG-21 വിമാനങ്ങൾ വിരമിക്കാൻ പോകുന്നത്. വാട്ടർ സല്യൂട്ട് അടക്കമുള്ള വലിയ യാത്രയപ്പ് ചടങ്ങുകളാണ് ഇന്ത്യൻ വ്യോമസേന ക്രമീകരിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഭാഗമായി ഇതിനോടകം തന്നെ വ്യോമസേനാംഗങ്ങളുടെ ബാൻഡ് സംഘം നടത്തിയ പ്രത്യേക ഷോയും
ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ചടങ്ങുകൾ ഈ ചണ്ഡീഗഡിൽ പുരോഗമിക്കുകയാണ്. വലിയ ജനക്കൂട്ടം ക്ഷണിച്ച് എത്തിയ വലിയൊരു ജനക്കൂട്ടം തന്നെയും ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയുണ്ട്. അതേപോലെ തന്നെ MiG-21 വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഒരു വലിയ നഷ്ടം, അല്ലെങ്കിൽ ഭാരതത്തിന്റെ വ്യോമസേനയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്ന ഒരു വിമാനമാണ് ഇന്നിപ്പോൾ വിരമിക്കാൻ പോകുന്നത്. എല്ലാ മുഖങ്ങളിലും ഭാരതത്തിന്റെ യുദ്ധമേഖലയിലാണേലും യുദ്ധമുഖങ്ങളിലാണേലും വ്യോമാതിർത്തികൾ സംരക്ഷിക്കുന്നതിലാണേലും അതേപോലെ തന്നെ പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങളും അതേപോലെ തന്നെ ഭാരതത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചെത്തുന്ന വിമാനങ്ങളെ തുരത്തി ആട്ടിപ്പായിക്കുവാനൊക്കെ MiG-21 വിമാനം ഭാരതം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ ഭാരതത്തിന്റെ എല്ലാ തരത്തിലും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു MiG-21 വിമാനം, ഏതാണ്ട് 870-ലധികം MiG-21 വിമാനങ്ങൾ ഭാരതത്തിന്റെ വ്യോമസേനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായാണ് ഈ MiG-21 വിമാനങ്ങൾ ഭാരതത്തിന്റെ വ്യോമസേനയുടെ ഭാഗമായത്. ഓരോ ഘട്ടങ്ങളിലായി എണ്ണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം, അത് ഈ MiG-21 വിമാനങ്ങളുടെ മികവൊന്നുകൊണ്ട് മാത്രമാണ് മറ്റൊരു പോർ വിമാനങ്ങളിലേക്കും ഭാരതം ശ്രദ്ധ ചെലുത്താതെ MiG-21 എന്നുള്ള സോവിയറ്റ് യൂണിയൻ നിർമ്മിത റഷ്യൻ വിമാനത്തിലേക്ക്, പോർ വിമാനത്തിലേക്ക് ഭാരതം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഭാരതത്തിന് ഒട്ടനവധി നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളത് 71-ലെയും 65-ലെയും ഒക്കെ തന്നെ യുദ്ധത്തിൽ തെളിയിക്കാൻ സാധിച്ചു. ഏറ്റവും ഒടുവിലായി 99-ലെ ബാലാക്കോട്ടിൽ ഭാരതം കടന്നുകയറി നടത്തിയ ആക്രമണത്തിലും അന്ന് എതിരാളികളുടെ വ്യോമതാവളത്തിന് നേരെ കൃത്യമായി മിസൈലുകളും അതേപോലെ തന്നെ വെടിയുണ്ടകളും തൊടുക്കുവാൻ വേണ്ടിയും ബോംബ് വർഷിക്കുവാൻ വേണ്ടിയും MiG-21 സാധിച്ചു. കൃത്യതയാണ് MiG-21ന്റെ ഏറ്റവും സവിശേഷത. ഒരു ടാർജറ്റ് കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയാൽ ആ ടാർജറ്റിലേക്ക്, അല്ലെങ്കിൽ കൃത്യമായി എവിടെയാണോ ശത്രു അല്ലെങ്കിൽ ശത്രുവിൻ്റെ താവളം ഉള്ളത് അവിടേക്ക് കൃത്യതയോടുകൂടി ആയുധം തൊടുക്കുവാൻ വേണ്ടി MiG-21 വിമാനങ്ങൾക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 2175 കിലോമീറ്റർ വേഗതയിൽ ഈ വിമാനത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നു. അതായത് ശത്രുവിൻ്റെ താവളത്തിലേക്ക് ആയുധം തൊടുത്താൽ പിന്നെ ക്ഷണനേരം പോലും അവിടെ നിൽക്കാതെ പെട്ടെന്ന് വീണ്ടും ബേസ് ക്യാമ്പിലേക്ക്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് വിമാനം പറന്നുയർന്നത് അവിടേക്ക് മടങ്ങിയെത്തുവാൻ വേണ്ടി അത്ര വേഗത MiG-21 വിമാനങ്ങളുടെ പ്രത്യേകതയായിരുന്നു. ഇതിനൊക്കെ ഒപ്പം തന്നെ ഈ ശത്രുപക്ഷത്ത് നിന്നും ആയുധം എത്തുന്നു, അല്ലെങ്കിൽ ശത്രുവിൻ്റെ വിമാനം തങ്ങളുടെ പാളത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റഡാറിൽ ഇത് തെളിയുന്നതിന് മുമ്പ് തന്നെ ആയുധം തൊടുത്ത് കൃത്യമായി ലക്ഷ്യം ഭേദിക്കുവാൻ വേണ്ടി MiG-21 വിമാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതും ഏറെ സവിശേഷതയാണ്. ഏതാണ്ട് 1200 കിലോമീറ്റർ വരെ ഒറ്റ റേഞ്ചിൽ, അതായത് പരമാവധി 1200 കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതയും ഈ MiG-21 വിമാനങ്ങൾക്കുണ്ടായിരുന്നു. 58,000 അടി ഉയർന്ന് പറക്കാൻ സാധിക്കും എന്നുള്ളതും ഏറെ സവിശേഷതയായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ, ഈ സവിശേഷതകളൊക്കെയാണ് MiG-21 വിമാനങ്ങളെ ഭാരതത്തിന്റെ ഇഷ്ട വിമാനങ്ങളിൽ, അല്ലെങ്കിൽ ഇഷ്ട പോർ വിമാനങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്. വ്യോമസേനയുടെ ഏറ്റവും പ്രിയങ്കരൻ എന്നുള്ള ഒരു ലേബൽ, അല്ലെങ്കിൽ അത്തരമൊരു ഖ്യാതി ഉണ്ടാക്കുവാൻ MiG-21 വിമാനങ്ങൾക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ഓപ്പറേഷനിൽ വളരെ ഈസിയായി ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇത് പറത്തിയിട്ടുള്ള പൈലറ്റുമാരും വ്യോമസേനയുടെ പൈലറ്റുമാരും മറ്റും വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ വളരെ നേർത്ത ചിറകുകൾ. അതെ, ശരി നന്ദൻ. MiG-21 വ്യോമസേനയുടെ ഭാഗത്തു നിന്നും വിരമിക്കുകയാണ്. വീരോചിതമായ യാത്രയയപ്പ് ചടങ്ങാണ് ചണ്ഡീഗഡിൽ പുരോഗമിക്കുന്നത്. താരതമ്യങ്ങളില്ലാത്ത വിജയം ഭാരതത്തിന് സമ്മാനിച്ച MiG-21 ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് ഇന്നു മുതൽ. എസ് നന്ദഗോപനാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.